ഇന്നൊരു നാടൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. ചെറുപയറും ചൊരക്കായും. ഞാനിവിടെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ചൊരക്കായും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കുതിർത്ത ചെറുപയറിനെ ഒരു പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ആ നേരം കൊണ്ട് ചൊരക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. വെന്ത ചെറുപയറിന് മുകളിലൂടെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചൊരക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഒന്നിത് ആവി കയറിയാൽ മതി. ആ ചൊരക്ക അധികം വെന്ത് പോകരുത്. ആ നേരം കൊണ്ട് നമുക്കൊരു 5-6 അല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്യുക. അത് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും. ഇനി കുറച്ച് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ജീരകം ചതച്ചതും മഞ്ഞപ്പൊടിയും നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും ചേർത്തിട്ട് ഈ തേങ്ങ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്ത് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ കല്ലിട്ട് പതുക്കെ ഒന്ന് ഒതുക്കിയെടുത്താലും മതി. ഇനി ഒരു ചട്ടിയോ ഒരു പാത്രവും നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് എണ്ണയ്ക്കകത്ത് വറന്ന് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അത് കഴിയുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും സവാളയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും നമ്മുടെ ചൊരക്കയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി കറി റെഡിയായി.